KM ഷാജി എന്നല്ല, UDF 10 റുപ്യ കൊടുക്കാത്ത, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാത്ത നിങ്ങൾക്ക് എന്ത് അവകാശം എന്നാ ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട്, എന്റെ തെരഞ്ഞെടുപ്പിലെ കേസുമായി ബന്ധപ്പെട്ട് 2.5 വർഷത്തോളമായി. എനിക്ക് സാലറി ഇല്ല, എനിക്ക് MLA മാർക്ക് കൊടുക്കുന്ന പണമില്ല. പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചു, മുഖ്യമന്ത്രിയുടെ ഈ കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? എല്ലാ MLA മാരും അവരുടെ 1 മാസത്തെ വിഹിതം പൂർണ്ണമായി സർക്കാരിലേക്ക് അടക്കണം. നിങ്ങളെ വിജയൻ അടച്ചു, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ട്, CPI പറഞ്ഞുകൊണ്ട്, പാറക്കൽ അബ്ദുള്ള സാഹിബ് അടച്ചു. വിജയൻ ഇവിടെ നിന്ന് അടച്ച അതേ പൈസ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടച്ചിട്ടുണ്ട്. അത് അടച്ചത് എന്റെ സർക്കാരിന് കിട്ടിയ പൈസ അല്ല, കയ്യിൽ നിന്ന് എടുത്തിട്ട്. അതുകൊണ്ട് ചോദിക്കും, കൊടുത്തോന് ചോദിക്കാൻ അവകാശമുണ്ട്. പിണറായി, നക്കുന്നവന് മാത്രം ചോദിക്കാൻ അവകാശമില്ല നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, കോവിഡ് വന്നപ്പോ ആർക്കാ പൈസ തരേണ്ടത്? അതും പറഞ്ഞ് പൈസ ഏതാ നിങ്ങൾ എല്ലാം വാങ്ങി. കുട്ടികളെ കുടുക്ക പൊട്ടിച്ചു, മറ്റോലെ മാല പൊട്ടിച്ചു, വേറെ കമ്മല് പൊട്ടിച്ചു, ഒക്കെ കഴിഞ്ഞാലും പറയാണ് ഇനി സക്കാത്തിന്റെ പൈസയും കൂടി തരണം. അപ്പൊ സക്കാത്ത് എന്താണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പള്ളിയിൽ പോയി ചോദിച്ചാൽ മതി. അതിന് എന്റെ പേരിൽ കേസ് എടുത്തു, വിജിലൻസ് വന്നു, ED വന്നു. ഞാൻ അങ്ങനെ മേപ്പെട്ട് നോക്കിയാണ് ഇനി എന്താണ് വരാനുള്ളത്, ഏത് വിസയിലാ വരാനുള്ളത്. എല്ലാവരും കൂടി വന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് നിങ്ങൾ ഇന്നെ അങ്ങ് ഏമാത്തിക്കളയും. ഇനി വേറെ ആളെ നോക്കണം, നിങ്ങൾ അതിന് വേറെ ആളെ നോക്കണം. അതുകൊണ്ട് എന്റെ വായ അങ്ങ് അടച്ചു കെട്ടാം. അതാ ഞങ്ങൾ വിചാരിച്ചത്. അത് നടക്കണ കാര്യമൊന്നല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഏത് ഇരുട്ടറയിൽ, ഏത് ജയിലിൽ കൊണ്ടുപോയി അടച്ചാലും ശ്വാസം നിരക്കുന്നത് വരെ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഞാൻ പിടിക്കുന്ന കൊടി അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അത് നെഞ്ചിൻ കൂട്ടിനകത്തുള്ളിടത്തോളം കാലം എന്റെ നാവടക്കാൻ നിങ്ങൾ ഇനിയും ഒരുപാട് ബാപ്പമാർക്ക് പിറക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഞാനത് പറഞ്ഞപ്പോ എന്നങ്ങോട്ട് ശരിയാക്കാൻ വന്നു. ഞാൻ ചോദിക്കട്ടെ ഒരു സഖാവേ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുണ്ടായത്? ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് കൊലപാതകികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ പാടുണ്ടോ? അതിനല്ല എന്റെ മേക്കിട്ട് ചാടിയത്. എന്നിട്ട് എത്ര കോടി അങ്ങനെ ചെലവഴിച്ചത്? അപ്പൊ ഒരു മന്ത്രി പറയാണ് അത് നികുതിയുടെ പണമല്ല. ശരി, പിന്നെ ഞങ്ങളെ വാപ്പാന്റെ തറവാട്ട് സ്വത്തിന്റെ വിഹിതാണോ? അല്ലല്ലോ, അതും ജനങ്ങളെ ഒന്നല്ലേ. നികുതിന്റെ പണമാണോ അല്ലെന്നാ വിഷയം. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പൈസ ജനങ്ങളുടെ പൈസ അല്ലേ? അത് നികുതി പണമായാൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുടുംബത്തിന്റെ വിഹിതമാണോ അത്? അല്ലല്ലോ, ജനങ്ങൾ സംഭാവന എന്ന പൈസ അല്ലേ? അതിന് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമല്ലേ? അതെടുത്തിട്ടാണോ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വെട്ടി നുറുക്കിയവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോകാൻ വക്കീലിന് പണം കൊടുക്കരുത്? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതും നിങ്ങൾ ചെയ്തു. പക്ഷെ